ഹായ് ഫ്രണ്ട്സ്, ആരിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. മറ്റേ ഉണ്ട ശർക്കരയില്ലേ, അതിലൊരെണ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുത്തിയിട്ടുണ്ട്. കുത്തി ഒന്ന് പൊട്ടിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കണം. അതിനുശേഷം അരിച്ച് ഇതിൻ്റെ കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കര ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് കടയിൽ നിന്ന് മേടിച്ച 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചതൊന്നുമല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അത് ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ നമുക്ക് റവ കൂടി എടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം റവയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി വേണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ റവയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു സ്പൂണോ ഒരു ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം. ഇതിൽ കല്ല് ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മധുരമൊക്കെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചാണ്. ഇത് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ മധുരം കറക്റ്റ് ചെയ്യാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ശർക്കര കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ ആ ശർക്കരയുടെ അതേ പാത്രത്തിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടയാവാതെ ഒരുവിധം ലൂസായിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ദോശക്കൊക്കെ കലക്കിയെടുക്കുന്ന ബാറ്ററില്ലേ, ആ ബാറ്ററിൻ്റെ സൈസിലേക്ക് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മറ്റുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊടിയായിട്ട് ചിരകിയ തേങ്ങയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ കറുത്തെള്ളാണ് വേണ്ടത്. അത് ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടിട്ട് ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് 1 ഏലക്ക പൊടിച്ചതാണ്. അതുകൂടി ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് കുറച്ച് കട്ടായതുപോലെ തോന്നി. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറോളം അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പക്കല്ലിൽ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഇരുമ്പിൻ്റെ പാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ, കാരണം ചെറിയ ചെറിയ കുഴികളാണ് ഇതിന്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് പൊങ്ങി വരുന്നത് ഉണ്ടല്ലേ. ഇനി നമുക്കിത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ല തീയിൽ തന്നെ ഇതൊന്ന് മൊരിച്ചെടുക്കണം. ഒപ്പം തന്നെ ഉള്ളി വേകാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് എളുപ്പം തന്നെ ഇതിനകത്തുനിന്ന് പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
കളറും ഷേപ്പും ഒന്നും മാത്രമല്ല കേട്ടോ, ഇത് വളരെ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ അരിയൊക്കെ കുതിർത്ത് അരച്ച് ചുടുന്നത് അതേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിള്ളേർക്ക് ഇനി കടയിലൊന്നും പോയി വാങ്ങിച്ചു കൊടുക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതിൽ അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടി കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ ഓരോ തവി മാവും ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കണ്ടില്ലേ കറക്റ്റായിട്ട് ഇത് പൊങ്ങി വരുന്നത് കാണാം, മാവ് നന്നായിട്ട്. ഇതേപോലെ ഓരോ തവിയും ഒഴിച്ച് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒരു 4 മണി പലഹാരം പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. കണ്ടില്ലേ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്, കണ്ടില്ലേ നല്ല മുരിഞ്ഞ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എനിക്ക് കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു.